ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനും വൈഫും കൂടെ ബാംഗ്ലൂരിലേക്ക് പോയതിനെക്കുറിച്ചാണ്. തനിച്ച് പോകാമെന്നുള്ള ഐഡിയയിലാണ് ഉണ്ടായിരുന്നത്. വൈഫ് പറഞ്ഞു പുള്ളിക്കും കൂടി വരണം എന്നുള്ളത്. അങ്ങനെ ഇതാദ്യത്തെ റൈഡാണ് വൈഫും ഞാനും കൂടെ പോകുന്നത്. കൂർഗിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ കൂർഗിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ മൈസൂരോ ബാംഗ്ലൂരോ പിടിക്കാമെന്ന ഐഡിയയിലുണ്ടായിരുന്നത്. കൂട്ടുപുഴ കഴിഞ്ഞതിന് ശേഷം കാട്ടിലായിട്ടുള്ള റൈഡ് നല്ല രസകരമായിരുന്നു. മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴ ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല തണുപ്പും ഒരു മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയായതുകൊണ്ട് ബൈക്കിൽ റൈഡ് ചെയ്യാൻ വേണ്ടി നല്ല സുഖമുണ്ടായിരുന്നു. കാട്ടിൽ കയറിയതിന് ശേഷം പുള്ളി കുറച്ച് പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ബൈക്കിൽ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആനയോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാഹനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. 2 വീലറിൽ പോകുന്ന കുറച്ച് റിസ്ക്കാണ്. എന്നാലും നമ്മൾ സേഫ്റ്റി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ധരിച്ച് അത്യാവശ്യം സ്പീഡൊക്കെ കുറച്ചാണ് പോകുന്നതെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടിയും കണ്ടീഷനാണെങ്കിൽ റിസ്ക് ഒന്നും കൂടുതലില്ല. പിന്നെ പകൽ സമയമാണ്ട് അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് 2 വീലർ ആകുമ്പോൾ. അതുകൊണ്ട് പകൽ സമയത്ത് പോയത്. കൂർഗ് എത്തുന്നതിന് മുമ്പ് ലേക്ക് വ്യൂ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ മന്തി സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് അവിടെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയത് 11:45 12 മണി ആ സമയത്തായതുകൊണ്ട് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് വേറെ കുറച്ച് ഫുഡും കഴിച്ച് വീരാജ്പേട്ടയ്ക്ക് അവിടുന്ന് 6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ വീരാജ്പേട്ട എത്തിയാലും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് മൈസൂർ അവിടുന്ന് എത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പ്ലാൻ കൂർഗിന്ന് മൈസൂരിലേക്ക് ചേഞ്ച് ചെയ്ത്. മൈസൂരിലേക്കുള്ള കാട്ടിലൂടെ യാത്രയും നല്ല അത്യാവശ്യം സുഖമുള്ളതായിരുന്നു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാട്ടിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ക്ഷേത്രം പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാർ നിർത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ നിർത്തി കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് യാത്ര തുടർന്നത്. അതിനുശേഷം 3-3:30 മണിയാകുമ്പോഴേക്കും മൈസൂരെത്തി. അപ്പോൾ പിന്നെ രാത്രി ആകാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് ബാംഗ്ലൂർ പിടിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. ഗ്രാമങ്ങളായിരുന്നു കൂടുതലും. സാധാരണയായ കൃഷിക്കാർ, കുറേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. യാത്രയുടെ ഇടയിൽ കുറേ വ്യൂസ് ഉണ്ടായിരുന്നു. നല്ല കുറേ മലകളും പിന്നെ കൃഷി സ്ഥലങ്ങളും. രാത്രി ഏകദേശം 9:15 സമയത്ത് നമ്മൾ ബാംഗ്ലൂർ കോറമംഗലിലെത്തി. അവിടുന്ന് ഒരു റൂം ബുക്ക് ചെയ്ത്, ഇന്ദിരാനഗറിലാണ് റൂം ബുക്ക് ചെയ്തത്. 1200 രൂപയാണ് റൂമിനായത്. നല്ല വൃത്തിയും ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ എൻ്റെ സിസ്റ്റർ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ രാവിലെ എണീച്ച് അവിടത്തേക്ക് പോയി കുട്ടികളൊക്കെ കാണാൻ വിചാരിച്ചു. അവിടുന്ന് ഒരു 20 മിനിറ്റ് ദൂരം മാത്രമേ അവരെ വീട്ടിലേക്കുള്ളൂ. വീട്ടിലെത്തി സിസ്റ്ററെ കുട്ടികളൊക്കെ കൂട്ടി അടുത്തുള്ളൊരു പാർക്കിൽ പോയി കുറച്ച് സമയം അവിടുന്ന് കുട്ടികളെ കൂടെ എൻ്റർടൈൻ ചെയ്ത് ഉച്ചക്കത്തെ ലഞ്ച് അവളെ വീട്ടിൽ നിന്ന് കഴിച്ച് നമ്മൾ അന്ന് മൈസൂരേക്ക് മടങ്ങാമെന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു ബാംഗ്ലൂരിൽ തന്നെ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യാമെന്നുള്ള ഐഡിയയിൽ BTMൽ ഒരു റൂം എടുത്ത്. അത് 1200 സംതിങ്ങേ ആയിട്ടുള്ളൂ. അതും അത്യാവശ്യം സൗകര്യമുള്ള റൂമായിരുന്നു. കിച്ചണൊക്കെ സെപ്പറേറ്റ് ഒരു കിച്ചണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ റൂമൊക്കെ സെറ്റിൽ ചെയ്ത് നേരെ MG റോട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. MG റോട്ടിൽ പോയി 2-2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത്. ആ സമയത്ത് ലൈറ്റ് മഴയുണ്ടായിരുന്നു, ചാറ്റൽ മഴയായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് റൂമിലേക്ക് തിരിച്ചു വന്നു. രാവിലെ ഒരു 9 മണിയാകുമ്പോൾക്ക് റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് മടങ്ങി. നല്ല ട്രാഫിക്കായിരുന്നു. ഈ ബാംഗ്ലൂരിൽ ട്രാഫിക്കിൻ്റെ ഇടയിൽ ജീവിക്കണേ അത്യാവശ്യം നല്ല ക്ഷമമാണ്, അല്ലാതെ അവിടെ പിടിച്ചിരിക്കാൻ കഴിയില്ല. സിഗ്നലും ഒരുപാട് വണ്ടികളും ഹോണടിയും. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൗണ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ടൗണ് കഴിഞ്ഞത്. അതിനുശേഷം ഒരു ഉടുപ്പി ഹോട്ടൽ കണ്ട്
അവിടെ കയറി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് സാവധാനം നാട്ടിലേക്ക് മടങ്ങി. നമ്മൾ പോയ വഴി മൈസൂർ ടച്ച് ചെയ്തിട്ട് ഉള്ള ഒരു റോട്ടിലോട്ടാണ് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ വേറെ വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അതുകൊണ്ട് ആ വഴി വന്നു. അത് നല്ല റോഡായിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം സേഫായി കംഫർട്ടായി സ്പീഡിൽ വിടാൻ പറ്റുന്ന റോഡായിരുന്നു. പിന്നെ അവിടെ നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സൈഡിലൊക്കെ ഒരുപാട് മലകളും കൃഷിയും വെജിറ്റബിൾ കൃഷിയും പപ്പായ, പിന്നെ ഫ്ലവർ, ഈ സൺഫ്ലവറിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് വൈഫിന് ഈ ബൈക്ക് റൈഡ് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ പുള്ളിയും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നുണ്ടെങ്കിൽ റൈഡിങ് ഗിയേഴ്സൊക്കെ വാങ്ങിക്കണം. ഞാൻ അന്ന് പുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റും ബൂട്ടും ഗ്ലൗസും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, രണ്ടാൾക്കും സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്കും കൂടി അതൊക്കെ വാങ്ങിക്കണം. പിന്നെ ഏകദേശം നമ്മൾ വൈകുന്നേരം ആകാനായ സമയത്താണ് ഫോറസ്റ്റ് കയറിയത്. ഫോറസ്റ്റ് കയറിയ സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇരുടായിട്ടില്ല, അത്യാവശ്യം വെളിച്ചം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ ആ ലൈറ്റും മഞ്ഞും തണുപ്പും, ഇത് ശരിക്കും നമ്മൾ ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുക. റിസ്ക് ഉണ്ട്, നമ്മൾ കെയർ ചെയ്ത് സേഫ്റ്റി ഗിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് റൈഡല്ല ചെയ്തത്. 1.5 മണിക്കൂർ കഴിയുമ്പോൾ നിർത്തി ഒരു 10-15 മിനിറ്റ് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയാണ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നാമത് ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് പുതിയ വണ്ടികളെക്കാൾ ക്ഷീണം കൂടുതലായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് റൈഡാകുമ്പോൾ നമുക്ക് റൈഡിങ്ങിനോടൊരു മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർത്തിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാട് കഴിഞ്ഞ് കൂട്ടുപുഴ ചെക്ക് പോയിൻ്റ് എത്തുമ്പോഴേക്കും നല്ല മഴയായി. അപ്പോൾ അത് വീടെത്തുന്നവരെ മഴയുണ്ടായിരുന്നു. 8:15 നമ്മൾ വീട്ടിലെത്തി സേഫായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.